ലൈറ്റ് ഇൻ ലൈഫ് 2013 സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ജീവകാരുണ്യ സംഘടനയാണ് ലൈറ്റ് ഇൻ ലൈഫ്. അശരണർക്കും ആലംബഹീനർക്കും താങ്ങും തണലുമായി, ജീവിതവീഥിയിൽ പ്രകാശമായി, സ്വിറ്റ്സർലൻഡിലെ മാത്രമല്ല യൂറോപ്പിലെ തന്നെയും ജീവകാരുണ്യ പ്രവർത്തന വിഹായസിൽ ജ്വലിച്ചു നിൽക്കുന്നൊരു നക്ഷത്രമാണ് ലൈറ്റ് ഇൻ ലൈഫ്. എളിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന 10ാം വർഷം ആഘോഷിക്കുമ്പോൾ തികച്ചും അഭിമാനകരമായ നാഴികക്കല്ലുകളാണ് പിന്നിട്ടിരിക്കുന്നത്. 2013 ഡിസംബറിൽ ഇടുക്കി ജില്ലയിലെ മരിയപുരത്ത് നടന്ന ഭവനദാന ചടങ്ങിൽ 5 ലക്ഷം രൂപ ലൈറ്റ് ഇൻ ലൈഫ് പ്രോജക്ട്സ് മാനേജർ ശ്രീ മാത്യു തെക്കോട്ടിൽ ഇടുക്കി ബിഷപ്പ് മാർ മാത്യു അനിക്കുഴിക്കാട്ടിലിന് കൈമാറി ലൈറ്റ് ഇൻ ലൈഫിന്റെ പ്രഥമ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2014 ഫെബ്രുവരിയിൽ സഹൃദയ കലാവേദി ആൻഡ് ലൈബ്രറി നീലീശ്വരത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സാന്ത്വനം പരിപാടിയിൽ പോളിയോ ബാധിച്ച അംഗപരിമിതിയുള്ള 5 പേർക്ക് പ്രത്യേക രൂപകൽപ്പന ചെയ്ത മുച്ചക്ര വാഹനങ്ങൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് വിതരണം ചെയ്തു. അതിനോടൊപ്പം ഇടുക്കിയിലെ 10 നിർധന കുടുംബങ്ങൾക്ക് വീട് പണിക്കുള്ള 2ാം ഘട്ട സഹായമായ 5 ലക്ഷം രൂപയും മറയൂരിലെ ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ഗിരിജ്യോതി സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം, സ്കൂൾ യൂണിഫോം എന്നിവയ്ക്ക് വേണ്ടി 3,30,000 രൂപയും സഹായധനമായി നൽകി. 2015 ഭവന നിർമ്മാണ പദ്ധതികൾക്കായി 30,000 സ്വിസ് ഫ്രാങ്ക്, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനു വേണ്ടി 12,750 സ്വിസ് ഫ്രാങ്ക്, ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിൽ ലൈറ്റ് ഇൻ ലൈഫിന്റെ ആദ്യത്തെ സ്കൂൾ നിർമ്മാണത്തിനായി 45,000 സ്വിസ് ഫ്രാങ്ക് തുടങ്ങി ഏകദേശം 96,632 സ്വിസ് ഫ്രാങ്കിന്റെ പ്രവർത്തനം നടത്തുവാൻ സാധിച്ചു. 2016 ഭവന നിർമ്മാണത്തിനായി 68,000 പരം സ്വിസ് ഫ്രാങ്കും, വിദ്യാഭ്യാസം, സ്കൂൾ നിർമ്മാണം തുടങ്ങിയവയ്ക്ക് 27,000 പരം സ്വിസ് ഫ്രാങ്കും, കുട്ടികൾക്കുള്ള ഭക്ഷണം, യൂണിഫോം തുടങ്ങിയവയ്ക്ക് ഏകദേശം 5,000 സ്വിസ് ഫ്രാങ്കും, ഇങ്ങനെ ആദ്യമായി 1,00,000 സ്വിസ് ഫ്രാങ്കിന്റെ സാമ്പത്തിക സഹായം നൽകാൻ സാധിച്ചു. വയലിനിൽ സംഗീതത്തിന്റെ മാസ്മരിക ചേർത്ത ബാലഭാസ്കർ എന്ന സംഗീത രംഗത്തെ അതുല്യ പ്രതിഭയെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2016 അവസാനം ധനശേഖരണാർത്ഥം നടത്തിയ സംഗീത നിശ കാണികൾക്കും സംഘാടകർക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമായിരുന്നു. ആ സംഗീത പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രണാമമർപ്പിക്കുന്നു. 2017 ജനുവരി ആദ്യവാരം ലൈറ്റ് ഇൻ ലൈഫിന്റെ അഭിമാന പദ്ധതിയായ മേഘാലയ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം സംഘടനാ പ്രസിഡന്റ് ഷാജി എടത്തലയുടെയും സംഘടനയുടെ എക്കാലത്തെയും അഭ്യുദയകാംക്ഷിയായ ശ്രീ ബ്രാഡോക്കിന്റെയും സാന്നിധ്യത്തിൽ ബിഷപ്പ് മാർ ആൻഡ്രൂ മാറക് നിർവഹിച്ചു. 2017 മെയ് മാസം KSCB-യുമായി സഹകരിച്ച് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുഴി ആദിവാസി മേഖലയിൽ 260 വീടുകൾ വൈദ്യുതിവൽക്കരിക്കുവാനായി 5 ലക്ഷം രൂപ സംഭാവനയായി നൽകി. ആകെ 1,10,000 സ്വിസ് ഫ്രാങ്കിന്റെ കാരുണ്യ പദ്ധതികൾ ലൈറ്റ് ഇൻ ലൈഫ് 2017 നടപ്പാക്കി. 2018 ലൈറ്റ് ഇൻ ലൈഫ് ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പാക്കിയ വർഷമായിരുന്നു. 1,92,000 സ്വിസ് ഫ്രാങ്ക് പദ്ധതികളാണ് നടപ്പിലാക്കാൻ സാധിച്ചത്. ഇതിൽ ആസാമിലെ പാൻബാരിയയിലെ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം, മേഘാലയ സ്കൂളിന്റെ 2ാം ഘട്ട വികസനവും പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനവും ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രളയമെന്ന് വിശേഷിപ്പിക്കാവുന്ന 2018 പ്രകൃതി ദുരന്തത്തിൽ കഷ്ടതയനുഭവിച്ചവർക്കുള്ള ദുരിതാശ്വാസം, 18 നിർധന കുടുംബങ്ങൾക്ക് സ്വന്തം വീടുകൾ എന്നിങ്ങനെ പല മേഖലകളിലായി ലൈറ്റ് ഇൻ ലൈഫ് അതിന്റെ സഹായഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട്. 2018 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി കേരളത്തിൽ കോട്ടയത്തിനടുത്ത് 7 വീടുകൾ ഉൾപ്പെട്ട പുനർജനി പദ്ധതിക്ക് യശശരീരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടക്കം കുറിച്ചു. വീടുകളുടെ നിർമ്മിതിക്കാവശ്യമായ ഭൂമി സംഘടനയിലെ ഒരംഗം ദാനമായി നൽകിയിരുന്നു.
ഇതേ വർഷം നവംബറിൽ പ്രമുഖ വയലിനിസ്റ്റ് ശ്രീ മനോജ് ജോർജിന്റെ നേതൃത്വത്തിൽ സിംഫണി ഓഫ് എംപതി എന്ന പേരിൽ അരങ്ങേറിയ മ്യൂസിക്കൽ കൺസർട്ട് വൻ വിജയമായിരുന്നു. 2019 ഈസ്റ്റർ ദിനത്തിൽ അപ്പൻസെല്ലിലെ ടോയ്ഫനിൽ വെച്ച് ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തിയത് വൻ വിജയമായിരുന്നു. ജൂലൈ മാസം ടോയ്ഫനിൽ വെച്ച് നടത്തിയ ലളിതമായ ചടങ്ങിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ മേഘാലയയിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 75,000 സ്വിസ് ഫ്രാങ്ക് സംഘടനാ പ്രതിനിധികൾ FASC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സജി ജോർജിന് കൈമാറി. അതിനു പുറമെ ലൈറ്റ് ഫോർ ചൈൽഡ് പ്രോജക്ടിനായി 48,000 സ്വിസ് ഫ്രാങ്ക്, പ്രൊഫഷണൽ കോഴ്സിന് 27,600 സ്വിസ് ഫ്രാങ്ക് തുടങ്ങി 1,54,000 പരം സ്വിസ് ഫ്രാങ്കിന്റെ ധനസഹായം 2019 പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ഈ വർഷം തന്നെ സംഘടനയുടെ 100ാമത്തെ വീടിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു. 2020 റിപ്പബ്ലിക് ദിന പരിപാടിയോടനുബന്ധിച്ച് നീലീശ്വരത്ത് നടന്ന ചടങ്ങിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഭവന നിർമ്മാണ ധനസഹായവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. ലൈറ്റ് ഇൻ ലൈഫിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ 2 സംഘടനകളുമായി സഹകരിച്ച് മൊത്തം 93,000 സ്വിസ് ഫ്രാങ്കിന്റെ ചിലവ് വരുന്ന പുനർജനി പ്രോജക്ട് 2020 ഫെബ്രുവരിയിൽ നടന്ന ലളിതമായ പരിപാടിയിൽ വെച്ച് അർഹതപ്പെട്ടവർക്ക് കൈമാറി. വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ ഒരു സ്കൂൾ കെട്ടിടം നിർമ്മാണത്തിനായി 81,000 സ്വിസ് ഫ്രാങ്കിന്റെ ചെക്ക് FASC പ്രതിനിധിക്ക് കൈമാറി. ഇതേ വർഷം 1,88,000 പരം സ്വിസ് ഫ്രാങ്കിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. ലൈറ്റ് ഇൻ ലൈഫിന്റെ 3ാമത്തെ സ്കൂളിന്റെ ഉദ്ഘാടനം അരുണാചൽ പ്രദേശിൽ 2021 മെയ് മാസം നടത്തപ്പെട്ടു. ആ വർഷം തന്നെ 1ാം ഘട്ടത്തിന് 1,10,000 സ്വിസ് ഫ്രാങ്ക് ചെലവ് പ്രതീക്ഷിച്ച ലൈറ്റ് ഇൻ ലൈഫിന്റെ 4ാമത്തെ സ്കൂളിന്റെ തറക്കല്ലിടിയിൽ കർമ്മം നവംബർ മാസം മിസോറോമിൽ നടന്നു. ഇതിലേക്കായി 48,800 സ്വിസ് ഫ്രാങ്ക് അധികൃതർക്ക് കൈമാറി. ലൈറ്റ് ഇൻ ലൈഫിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്ക് പുറത്തുകൂടി സഹായം എത്തിക്കണം എന്നുള്ള സംഘടനയുടെ ആഗ്രഹം മഡഗാസ്കറിലെ 2 ഗ്രാമങ്ങളിലായി 3 ക്ലാസ് മുറികളുടെയും ഒരു പ്രൈമറി സ്കൂളിന്റെയും നിർമ്മാണത്തോടെ സഫലീകരിക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസ സഹായം, ഭവന നിർമ്മാണം, സ്കൂൾ കെട്ടിട നിർമ്മാണം തുടങ്ങിയവയ്ക്കായി ഏകദേശം 97,000 സ്വിസ് ഫ്രാങ്കിന്റെ പദ്ധതികൾ 2021 നടപ്പാക്കി. 2022 വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം എന്നിവയ്ക്കായി 48,000 പരം സ്വിസ് ഫ്രാങ്കിന്റെ പദ്ധതികൾ നടപ്പിലാക്കി. 116 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടുകൾ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായി 4 സ്കൂളുകൾ, മഡഗാസ്കറിൽ 2 പ്രദേശത്തായി 6 ക്ലാസ് മുറികൾ, 200-ലധികം അംഗപരിമിതർക്ക് വീൽചെയറുകൾ, കേരളത്തിലെ ആദിവാസി മേഖലയിൽ വൈദ്യുതി കണക്ഷൻ, 100 കണക്കിന് കുട്ടികൾക്ക് അടിസ്ഥാന ഉപരിവിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം, 2018 പ്രളയത്തിൽ ദുരിതമനുഭവിച്ചവർക്ക് സാമ്പത്തിക സഹായം തുടങ്ങി ഏതാണ്ട് 14 കോടി രൂപയ്ക്കുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. 10ാം ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം 3 വലിയ പദ്ധതികൾ നടപ്പാക്കാൻ സംഘടന തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലും മഡഗാസ്കറിലുമായി 300 കുട്ടികൾക്ക് 5 വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ സഹായം 3,75,000 സ്വിസ് ഫ്രാങ്ക്. കേരളത്തിൽ 32 കുടുംബങ്ങൾക്കായി 3,84,000 സ്വിസ് ഫ്രാങ്ക് ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു ഭവന സമുച്ചയം. ഇതിനാവശ്യമായ സ്ഥലം സ്വിറ്റ്സർലൻഡ് നിവാസിയായ ഒരു മലയാളി സുമനസിൽ നിന്നും സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മഡഗാസ്കറിൽ ഒരു ഹൈസ്കൂൾ നിർമ്മാണത്തിനായി 2 ലക്ഷം സ്വിസ് ഫ്രാങ്ക് തുടങ്ങി 9,59,000 സ്വിസ് ഫ്രാങ്കിന്റെ ഏകദേശം 9 കോടി രൂപയുടെ പദ്ധതികളാണ് സംഘടന നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റെടുക്കുന്ന പദ്ധതികൾ സുതാര്യവും കാര്യക്ഷമവുമായി നടപ്പിലാക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ് സംഘടനാ ഭാരവാഹികൾ.
ഇതിന്റെ ഭാഗമായി 2023 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ലൈറ്റ് ഇൻ ലൈഫ് പ്രതിനിധി സംഘം ദ്വീപ് രാജ്യമായ മഡഗാസ്കറിലെ പദ്ധതി പ്രദേശത്ത് നേരിട്ടെത്തി പഠനം നടത്തിയിരുന്നു. ഹെൽപ്പ് അതേഴ്സ് വിത്തൌട്ട് എനി റീസൺ ആൻഡ് ഗിവ് വിത്തൌട്ട് ദി എക്സ്പെക്ടേഷൻ ഓഫ് റിസീവിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ. റോയ് ബെന്നറ്റ്. ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുക, പകരമായി എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ നൽകുക. ചെറുതിരുനാളമായി, ഇരുളിൽ പ്രകാശമായി അനേകർക്ക് അഭയകേന്ദ്രമാവുകയാണ് ലൈറ്റ് ഇൻ ലൈഫ്.